Hey all, welcome back to my channel. Hope you're doing well. So ഇന്നൊരു വർക്ക് ഡേ വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആക്ച്വലി ഇത് 2 days ആയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം ആദ്യത്തെ ദിവസം മോർണിംഗിൽ മെയിൻലി ഓഫീസിൽ പോകുമ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രഷൻ അപ്പ് ആയി റെഡി ആയിട്ടാണ് ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിക്കാറ്. അപ്പം അങ്ങനെ റെഡിയായി നോർമൽ സ്കിൻ കെയറും എല്ലാം ചെയ്തിട്ട് റെഡി ആയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ എന്താ വെച്ചാൽ 8:30 8:45 ആകുമ്പോഴത്തേക്കും എനിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റും. അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് ഓഫീസിലേക്കുള്ള ബാഗെല്ലാം റെഡിയാക്കി. ആക്ച്വലി എല്ലാം രാത്രി റെഡിയാക്കി വെക്കും, ബട്ട് ഫുഡും എല്ലാം അറേഞ്ച് ചെയ്ത് രാവിലെ വെക്കാറ്. അപ്പം അങ്ങനെ അവർ ഫുഡ് എടുത്ത് ഒരു 8:35 ആകുമ്പോഴത്തേക്കും ഇറങ്ങി. ബിക്കോസ് ഫസ്റ്റ് എനിക്ക് ബേബി കെയറിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പം അങ്ങനെ ഓനെ ഞാൻ ഫസ്റ്റ് ബേബി കെയറിൽ ഡ്രോപ്പ് ചെയ്ത് നേരെ ഓഫീസിൽ വന്ന് പിന്നെ രാവിലെ മോർണിംഗ് കുറച്ചൊരു റഷായിരിക്കും. ബിക്കോസ് ഇമെയിൽസും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ എല്ലാം ഉണ്ടാകും. അപ്പം 9 to 6 ആണ് എൻ്റെ ഡ്യൂട്ടി. ബട്ട് ഓഫീസിലുള്ള വേറെ ഇൻറ്റേർണലായിട്ടൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഫസ്റ്റ് വർക്കും പിന്നെ 6 o'clock ആകുമ്പോഴത്തേക്കും എൻ്റെ ഡ്യൂട്ടി കഴിയും. അങ്ങനെ കഴിഞ്ഞിട്ട് നേരെ ബേബി കെയറിന് എടുക്കണം. ഞാൻ എടുത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്സും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ വീക്കെൻഡ്സിൽ ചെയ്യാതെ വെച്ചതായിരുന്നു. ബിക്കോസ് കുറച്ച് തിരക്കും കാര്യങ്ങളിലായതുകൊണ്ട് വീക്കെൻഡ്സിൽ എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി ഞാൻ കുറച്ച് എന്താ പറയുക ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഞാൻ പിന്നെയും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ ലേറ്റായി പോകും. അപ്പം മെയിൻലി മാക്സിമം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കൊണ്ടുവന്ന സാധനം അപ്പം തന്നെ എന്നാന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. മെയിൻലി അധികം ആൾക്കാരിലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചാൽ അത് പിന്നെ അങ്ങനെ നീണ്ടു പോകും. പിന്നെ ഇന്നാണെങ്കിൽ എന്താണ് പറയുക, എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ വാഷിങ്ങും ക്ലീനിങ്ങും മോപ്പിങ്ങും എല്ലാം ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മസ്ക ബണ്ണും ഇറാനി ചായയും കുറേ ആയി റീലിലും വൈറലായി ഇതായൊരു സംഭവമല്ലേ. അപ്പം അത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഇൻ ബിറ്റ്വീൻ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിനി. ബട്ട് മസ്ക ബണ്ണ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ, ഇറാനി ചായ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടെങ്കിൽ ലാസ്റ്റ് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം ചെയ്ത് അന്ന് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ ഞാൻ ആനിവേഴ്സറി വ്ളോഗും സർപ്രൈസ് സെറ്റിങ്സ് എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പായസമായിരുന്നു. ഇപ്പം യൂഷ്വലി പുഡിങ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ മൈൻഡ് മാറിയത് പായസത്തിലേക്ക് എത്തിപ്പെട്ട് അങ്ങനെ ഞാൻ സേമിയ പായസമാണ് ഉണ്ടാക്കിയത്. അപ്പം അതാവുമ്പം പെട്ടെന്ന് ആവും ചെയ്യും. പിന്നെ പുഡിങ്ങിൻ്റെ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല ആക്ച്വലി. ഫുഡെല്ലാം കഴിച്ച് വന്നിട്ട് പിന്നെ റൂമിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് നല്ല ലേറ്റായി. പിന്നെ എന്താ പറയുക, പുഡിങ് ഉണ്ടാക്കാനും അത് സെറ്റാവാനും എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പായസം ഉണ്ടാക്കി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ നൈറ്റ് നമ്മൾ കാരിഫോറിലേക്കാണ് പോയത്. എനിക്ക് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നേരെ കാരിഫോറിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെയും തിരിച്ച് വന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പം എൻ്റെ ആനിവേഴ്സറി വ്ളോഗും എല്ലാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,